മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമ മഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. ഇന്ന് വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ MG രാജൻ ആസാം. പ്രാർത്ഥനയോടെ ധ്യാനചിന്തകൾ ശ്രവിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. മലാക്കി പ്രവാചക പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വചനം: നിങ്ങൾ നിങ്ങളുടെ വാക്കുകളാൽ യഹോവയെ മുഷിപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ അവനെ മുഷിപ്പിക്കുന്നു എന്ന് ചോദിക്കും. ദോഷം പ്രവർത്തിക്കുന്ന ഏവനും യഹോവയ്ക്ക് ഇഷ്ടമുള്ളവനാകുന്നു. അങ്ങനെയുള്ളവരിൽ അവൻ പ്രസാദിക്കുന്നു. അല്ലെങ്കിൽ ന്യായവിധിയുടെ ദൈവം എവിടെ എന്നിങ്ങനെ നിങ്ങൾ പറയുന്നതിനാൽ തന്നെ. ഒരു വലിയ വിഷയമാണ് 10-ാമത്തെ വാക്യം മുതൽ 16-ാമത്തെ വാക്യം വരെ നാം ചിന്തിക്കാനായിട്ട് ദൈവം സഹായിച്ചു. കുടുംബജീവിതത്തിൻ്റെ മഹത്വം, ഭാര്യ ഭർത്താവിൻ്റെ ചേർന്നുള്ള ജീവിതം, അവരുടെ സന്തോഷം, അവരിലൂടെ ദൈവനാമം മഹത്വപ്പെടേണ്ട കാര്യം, ഇത് സൂചിപ്പിച്ചുകൊണ്ട് ഇസ്രായേലിനോട് ദൈവം പറയുന്നൊരു വലിയ പാഠമുണ്ട്. വിഗ്രഹാരാധന ദൈവം വെറുക്കുന്നു എന്ന്. ദൈവത്തെ മാത്രം സ്നേഹിച്ചും സേവിച്ചും ആരാധിച്ചും മഹത്വപ്പെടുത്തിയും അനുസരിച്ചും ജീവിക്കണം. അതല്ലാതെ ദൈവത്തോട് ചേർത്ത് മറ്റ് വേറെ എന്തെങ്കിലും സമമായി ചിന്തിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. കാരണം അത് ദൈവീകമല്ല എന്നുള്ളതാണ്. തെറ്റായ കാര്യത്തിലേക്ക്, തെറ്റായ ചിന്തയിലേക്ക്, പ്രവൃത്തിയിലേക്ക് മനുഷ്യൻ വീണുപോകുന്നത് ദൈവം വെറുക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കൽപ്പനകൾ നൽകുമ്പോൾ 1-2 കൽപ്പനകളിൽ ദൈവം കൃത്യമായും വിഗ്രഹാരാധനയെക്കുറിച്ചും യഥാർത്ഥ ദൈവത്തെയും ദൈവിക ആരാധനയെയും കുറിച്ചും വ്യക്തമായിട്ട് അവിടെ സൂചിപ്പിക്കുന്നു. എന്നാൽ ഇസ്രായേൽ ഒടുവിലേക്ക് വരുമ്പോൾ അവർ ദൈവത്തെ വിട്ട്, സത്യത്തെ വിട്ട്, ദൈവഹിതമല്ലാത്തത്, അസത്യമായത് ചെയ്യാനായിട്ട്, അതിൽ സന്തോഷിക്കാനായിട്ട് ഇടയായി എന്നുള്ളത് ഏറെ സങ്കടകരമായ ഒരു കാര്യം. വിഗ്രഹാരാധനയിലേക്ക് തിരിഞ്ഞ ഈ ജനത്തെ അവരുടെ കുടുംബജീവിതത്തിൻ്റെ മഹത്വം ചൂണ്ടിക്കാണിച്ച് മടക്കിക്കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. പക്ഷെ ഈ ജനം 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ തിരിഞ്ഞു നിന്ന് ദൈവത്തെ ചോദ്യം ചെയ്യുന്ന ആളുകളായി മാറി. അവർ ചോദിക്കുന്ന ചോദ്യമുണ്ട്: ദോഷം പ്രവർത്തിക്കുന്ന ഏവനും യഹോവയ്ക്ക് ഇഷ്ടമുള്ളവനാകുന്നു. അങ്ങനെ ഉള്ളവരിൽ അവൻ പ്രസാദിക്കുന്നു. അല്ലെങ്കിൽ ന്യായവിധിയുടെ ദൈവം എവിടെ? അവർ ചോദിക്കുക. മലാക്കി പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ വാക്കുകളാൽ യഹോവയെ മുഷിപ്പിക്കുന്നു എന്നാണ്. ഈ വാക്കുകൾ അവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഒരു പ്രാവശ്യം പറഞ്ഞു, വാക്കുകളാൽ മുഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. ദൈവത്തെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ കോപം അവരുടെ മേൽ വരത്തക്ക വിധത്തിൽ ഇവർ പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭയമില്ലാത്തവരായി ഇസ്രായേൽ ജാതി മാറിയിരിക്കുകയാണ്. അവർ ദൈവത്തെ ചോദ്യം ചെയ്യുന്ന, അല്ലെങ്കിൽ ദൈവത്തെ അപമാനിക്കുന്ന ഒരു നിലയിലേക്ക് മാറിയിരിക്കുകയാണ്. എന്താ അവർ പറയുന്നതെന്നറിയാവോ? ദോഷം പ്രവർത്തിക്കുന്ന ഏവനും യഹോവയ്ക്ക് ഇഷ്ടമുള്ളവനാകുന്നു
അങ്ങനെയുള്ളവരിൽ അവൻ പ്രസാദിക്കുന്നു. ഈ ദോഷം പ്രവർത്തിക്കുന്ന ആളുകൾ അവർ ചിന്തിക്കുകയാണ് ദൈവം ഞങ്ങളുടെ സൈഡാണ്, ഞങ്ങൾ ചെയ്യുന്നതിൽ ദൈവത്തിന് പ്രസാദമുണ്ട് എന്ന്. അതുകൊണ്ടാണല്ലോ മോഷ്ടിക്കാൻ പോകുന്ന കള്ളനും കാണിക്ക വഞ്ചിയിൽ പൈസ ഇട്ടിട്ട് എന്നെ ആരും കണ്ടുപിടിക്കില്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പോകുന്നു. മോഷ്ടിക്കാൻ പോകുന്നവനും ദോഷം പ്രവർത്തിക്കാൻ പോകുന്നവനും പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോകുന്നത്. ദൈവം പ്രസാദിക്കുന്നുണ്ടോ? ദൈവം മോഷ്ടാവാണോ? ദൈവം കള്ളനാണോ? ദൈവം കൊലപാതകിയാണോ? ദൈവം വ്യഭിചാരിയാണോ? ദൈവം ദോഷം പ്രവർത്തിക്കുന്ന ആളാണോ? ഇവർ പറയുകയാണ് അങ്ങനെ ചെയ്യുന്നവരിൽ ദൈവത്തിന് പ്രസാദമുണ്ട്, അത് ദൈവത്തിന് ഇഷ്ടമാണ്, അവരിലാണ് ദൈവത്തിന് പ്രസാദം. എന്തുകൊണ്ട് ദൈവം അല്ലെങ്കിൽ പിന്നെ അവരെ ന്യായം വിധിക്കുന്നില്ല? അവർ ചോദിക്കാൻ ന്യായവിധിയുടെ ദൈവം എവിടെ? ഇന്നും അനവധി ആളുകൾ ഇതേ കാര്യം തന്നെ ആവർത്തിച്ച് പറയുകയാണ്. ഈ ലോകത്തിൽ വലിയ ദുഷ്ടത ചെയ്യുന്നവർ, അവർക്കൊരു ദോഷവും സംഭവിക്കുന്നില്ലല്ലോ. വലിയ കൊള്ളയും കൊലപാതകവും നടത്തുന്നവർ മിടുക്കന്മാരായി ടി വിയുടെ മുമ്പിലൊക്കെ വളരെ ഇന്ന് ചിരിച്ചും കളിച്ചും കൊണ്ടാണ് ആൾക്കാർ നിൽക്കുന്നത്. ഒരു കൂസലുമില്ല. വലിയ ദോഷങ്ങൾ പ്രവർത്തിക്കുന്നവർ അവർക്കിതൊരു മൈൻഡ് ചെയ്യുന്നൊരു കാര്യമായിട്ട് ഇതൊരു വിഷയമായിട്ട് അവർ പരിഗണിക്കുന്നില്ല. സ്നേഹിതരെ, നല്ലൊരു കാര്യം പറയാതിരിക്കാൻ വയ്യ. ഇവർ ഇസ്രായേൽ ഇവിടെ ചോദിക്കുകയാണ്, ന്യായവിധിയുടെ ദൈവം എവിടെ? ദൈവം അവരെ ന്യായം വിധിച്ചില്ല. ഓരോന്ന് ചെയ്തപ്പോൾ അന്നന്ന് തന്നെ ന്യായം വിധിച്ചില്ല. എന്തുകൊണ്ടായിരിക്കും ദൈവം ന്യായം വിധിക്കാതിരുന്നത്? ദൈവത്തിൻ്റെ ന്യായവിധി അറിയാൻ മേലാത്തത് കൊണ്ടാണോ? അതോ ദൈവത്തിന് ശക്തിയില്ലാത്തത് കൊണ്ടാണോ? ദൈവം അപ്പോഴപ്പോൾ തന്നെ ശിക്ഷിച്ച സന്ദർഭങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ എന്തുകൊണ്ട് ഈ സമയത്ത് ദൈവം പ്രവർത്തിക്കുന്നില്ല, ന്യായവിധി നടത്തുന്നില്ല? ഇസ്രായേല് അന്ന് ആ ചോദ്യം ചോദിച്ചു. ഇന്നും ആളുകൾ ഇതേ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവർക്ക് എന്തുകൊണ്ടൊരു ദോഷം വരുന്നില്ല? അവർ മഹാപാപികളാണല്ലോ, വലിയ ദോഷം പ്രവർത്തിക്കുന്നവരാണല്ലോ, എന്നിട്ട് എന്തുകൊണ്ട് അവർക്കൊരു കുഴപ്പവുമില്ല? അവർ നല്ല മിടുക്കന്മാരായിട്ട് ജീവിക്കും. അതിനൊരു ഉത്തരം ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുക. ഇന്ന് അല്ലെങ്കിൽ നാളെ അവർ മാനസാന്തരപ്പെട്ട് മടങ്ങി വരും, അല്ലെങ്കിൽ അവർ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് വരും. അത് ദൈവത്തിൻ്റെ വലിയൊരു പ്രതീക്ഷയാണ്. ദൈവത്തിന് ന്യായം വിധിക്കാൻ കഴിവില്ലാത്തത് കൊണ്ടോ അറിയാൻ മേലാത്തത് കൊണ്ടോ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടോ അല്ല. എന്നാൽ ദൈവം മനുഷ്യനോട് ദീർഘമായി ക്ഷമിക്കുന്നത്. ദൈവം കോപിക്കുന്ന ദൈവം കൂടിയാണ്. ദൈവം ഒരു സൈഡിൽ കോപിക്കുന്ന ദൈവമാണെങ്കിൽ അതിൻ്റെ മറുവശം ദീർഘമായി ക്ഷമിക്കുന്ന ദൈവം, കരുണയുള്ള കർത്താവ്, സ്നേഹവാനായ ദൈവം. നോക്കണം പ്രിയരെ, ദൈവം കരുണയുള്ളവനാണ്, സ്നേഹവാനാണ്, മനസ്സലിവുള്ളവനാണ്, ദീർഘമായി ക്ഷമിക്കുന്നവനാണ്, നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം പകരം ചെയ്യാത്തവനാണ്. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നാം എല്ലാവരും പണ്ടേ നശിച്ചു പോകുമായി, ഈ ഭൂമി വിട്ട് മാറ്റപ്പെടുമായി, ഞാനും എന്നെ കേൾക്കുന്ന താങ്കളും. പക്ഷെ ദൈവം ദീർഘമായി ക്ഷമിക്കുന്ന ദൈവമാണ്. എന്തിനാ ക്ഷമിക്കുന്നത്? ഇന്നല്ലെങ്കിൽ നാളെ ഈ പ്രിയ വ്യക്തി മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് വരും. വിശ്വാസിയാണ് ഈ പാപത്തിൽ അകപ്പെട്ടതെങ്കിൽ അവൻ മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് വരും. ഇതുവരെയും രക്ഷിക്കപ്പെടാത്ത ഒരാളാണെങ്കിൽ ഒരു ദിവസം കൂടി അവസരം നൽകുമ്പോൾ ഇന്ന് അല്ലെങ്കിൽ നാളെ സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് വരും. അതൊരു വലിയ പ്രതീക്ഷയാണ്. ദൈവം അത് ആഗ്രഹിക്കുന്നു. ആ ദൈവം താങ്കളുടെ മാനസാന്തരം, താങ്കൾ ദൈവത്തിങ്കിലേക്ക് വരുന്നത് പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് അതിനെ വെറുത്ത് ദൈവത്തെ സ്നേഹിച്ച് ഭക്തിയുള്ള, സന്തോഷമുള്ള, വിശുദ്ധിയുള്ള, നിർമ്മലമായ, സൗമ്യമായ
ദൈവത്തെ സ്നേഹിച്ചുകൊണ്ടുള്ള നല്ലൊരു ജീവിതം താങ്കൾ നയിക്കാൻ ദൈവം താങ്കൾക്ക് വേണ്ടി സമയമൊരുക്കി തന്നതുകൊണ്ടാണ് ദൈവം ന്യായം വിധിക്കാത്തത്. ദൈവത്തിന് ന്യായവിധി അറിയാൻ മേലാത്തത് കൊണ്ടോ കഴിവില്ലാത്തത് കൊണ്ടോ അല്ല, മറിച്ച് താങ്കളെ ദൈവം സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. എൻ്റെ പൊന്നു പ്രിയരെ, ഇസ്രായേലിന് ആ കാര്യം മനസ്സിലായില്ല. ഇസ്രായേൽ ദൈവത്തോട് ചോദിക്കുകയാണ്, ദൈവത്തെ ചോദ്യങ്ങൾ കൊണ്ട് മുഷിപ്പിക്കുകയാണ്. താങ്കൾ ഒരുപക്ഷെ അങ്ങനെ മുഷിപ്പിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇന്ന് തിരിച്ചറിയണം. എന്താ തിരിച്ചറിയണമെന്നറിയാവോ? താങ്കളെ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ട് ന്യായം വിധിക്കാതെ ദൈവത്തിൻ്റെ കരുണയിലേക്ക് താങ്കൾ മടങ്ങി വരണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. പൊന്നുപ്രിയരെ, എന്നെ ദൈവം ഒന്നും ചെയ്യില്ല, ദൈവത്തിന് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല, അങ്ങനെ താങ്കൾ ചിന്തിക്കുന്നുവെങ്കിൽ അത് വെറും മൗഢ്യമായ ഒരു ചിന്താഗതിയാണ്. ആ ചിന്ത ശരിയായിട്ടുള്ളതല്ല. പ്രിയമുള്ളവരെ, മാനസാന്തരപ്പെടുവാൻ ദൈവം സമയം തന്നിരിക്കുക. മാനസാന്തരപ്പെടൂ, ദൈവത്തിങ്കിലേക്ക് വരൂ, കാര്യങ്ങളെ തിരിച്ചറിയൂ, മനസ്സിലാക്കൂ, ദൈവകരുണ തിരിച്ചറിയൂ, ദൈവസ്നേഹം, ദൈവം ദീർഘമായി ക്ഷമിച്ചിരിക്കുന്നത് മനസ്സിലാക്കി ദൈവത്തെ പിന്നെയും പരീക്ഷിക്കാനും മുഷിപ്പിക്കാനും ഇടവരാതെ മാനസാന്തരപ്പെട്ടു വരുവാൻ താങ്കളെ ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ ആഹ്വാനം ചെയ്യുന്നു. കർത്താവ് അതിനായി സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ ന്യായവിധിയിലേക്കല്ല, മറിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം താങ്കളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവനാമത്തിൽ നിർത്തുന്നു. കർത്താവിൻ്റെ മുന്നിൽ നാം മഹത്വപ്പെടട്ടെ. ആമീൻ, ആമീൻ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാളിതു പോരാ, നാളിതു പോരാ, ആയുസ്സുവിതു പോരാ. നാളിതു പോരാ, നാളിതു പോരാ, ആയുസ്സുവിതു പോരാ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത